പത്തനംതിട്ടയിൽ മഴയ്ക്ക് നേരെ ശമനം എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നതെങ്കിലും മൂഴിയാർ ഉൾപ്പെടെയുള്ള ഡാമുകളിലെ ജലനിരപ്പിൽ കാര്യമായ കുറവുണ്ടായിട്ടില്ല. ജില്ലയിലെ 6 താലൂക്കുകളിൽ 1794 കുടുംബങ്ങളാണ് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. കമലേഷാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് നമ്മളോടൊപ്പം ചേർന്ന് നോക്കാം എന്തൊക്കെയാണ്. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഇന്ന് ജില്ലയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. കമലേഷ്, ഗുഡ് മോർണിംഗ്. കമലേഷ്, പത്തനംതിട്ടയിൽ പൊതുവെ മഴ കുറയുകയാണോ? എന്താണ് അവസ്ഥ? തിരുവല്ല പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ടുകൾ ഇപ്പോഴും ഉണ്ടോ? ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഇതെത്തുകയും ചെയ്യുന്നുണ്ടല്ലേ? മനു, തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വ്യാപകമായ മഴയെ തുടർന്ന് പ്രധാനമായും വലിയ ദുരന്തം നേരിടേണ്ടി വന്നിട്ടുള്ളത് പ്രധാനമായും ഈ ആറന്മുള, റാന്നി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ്. അതോടൊപ്പം തന്നെ അതിന്റെ ഭാഗമായി തന്നെ തിരുവല്ലയിലും വലിയ പ്രതിസന്ധികൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. പല കുടുംബങ്ങളും, വിവിധയിടങ്ങളിൽ പല കുടുംബങ്ങളും വെള്ളത്തിനടിയിലാണ്. ഇന്നലെ ആ ദൃശ്യങ്ങൾ, അതായത് പൂർണ്ണമായും മുങ്ങിക്കിടക്കുന്ന വീടുകൾ, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന വീടുകളുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ വലിയ ബുദ്ധിമുട്ട് തിരുവല്ലയിൽ, എന്നാൽ വലിയ മാധ്യമ ശ്രദ്ധ ലഭിച്ചിട്ടില്ലാത്ത ഒരു ഇടം കൂടിയാണ് തിരുവല്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ പ്രധാനപ്പെട്ട ദുരന്തബാധിത പ്രദേശങ്ങളിലാണ് എല്ലാവരും കേന്ദ്രീകരിക്കുന്നത്. തിരുവല്ല ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പല ദുരിതാശ്വാസ ക്യാമ്പുകളിലും വലിയ ശോചനീയമായ അവസ്ഥയാണുള്ളത്. ഇന്നലെ രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം രാവിലെയും ഉച്ചയ്ക്കും ഉൾപ്പെടെ ആളുകൾക്ക് ഭക്ഷണം ലഭിക്കാത്ത സാഹചര്യമുണ്ടായി എന്നുള്ളതാണ്. ആ വിവരങ്ങളെല്ലാം, അതെല്ലാം വലിയ പരാതികളായി ആളുകൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഏതായാലും നിലവിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് രാവിലെ തൊട്ട് മഴയ്ക്ക് ചെറിയ ശമനമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ പ്രധാനപ്പെട്ട 3 ഡാമുകളാണ് പത്തനംതിട്ടയെ നേരിട്ട് ബാധിക്കുന്നത്. അത് കക്കി ഡാം, പമ്പ ഡാം, അതുപോലെ തന്നെ മൂഴിയാർ ഡാമാണ്. ഇപ്പോൾ നിലവിൽ ഈ മൂഴിയാർ ഡാമിൽ മാത്രമാണ് ഇതിന്റെ ഷട്ടർ ഗേറ്റുകൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഈ മൂഴിയാർ ഡാമിന്റെ ഗേറ്റ് നമ്പർ 2, രണ്ടാമത്തെ ഗേറ്റ് 10 സെന്റിമീറ്റർ ഉയർത്തി വെച്ചിട്ടുണ്ട്. അത് ഇന്നലെ രാത്രി മുതൽ ആ നിലയിലാണ് തുടരുന്നത്. മറ്റ് 2 ഡാമുകളുടെയും ഷട്ടർ ഗേറ്റുകൾ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പമ്പയിലും കക്കിയിലും ജലനിരപ്പ് താരതമ്യേന ഉയർന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി ഉൾപ്പെടെ ചെറിയ മഴയുണ്ടായതിനാൽ ആ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. എന്നാൽ മൂഴിയാർ ഡാമിനെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. അത് ഗേറ്റ് തുറന്നതുകൊണ്ട് തന്നെ മൂഴിയാർ ഡാമിലെ ജലനിരപ്പിൽ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. അത് വലിയ പ്രയാസമുണ്ടാക്കുക സ്വാഭാവികമായും തിരുവല്ല ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ എൻ്റെ പിറകിൽ കാണാം ഈ തുകൽശ്ശേരി എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഇതിന് തൊട്ട് റോഡ് എന്ന് പറയുന്നത് ഈ അമൃതാനന്ദമയി മഠത്തിലേക്ക് ഉൾപ്പെടെ പോകുന്ന ഒരു റോഡാണ് ഇവിടെ, തുകലശ്ശേരി. അതെ, തീർച്ചയായും ആ നിലയിൽ ഈ അമൃതാനന്ദമയി മഠം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് അങ്ങോട്ട് എത്താൻ കഴിയില്ല, പൂർണ്ണമായും വെള്ളമായതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ അവിടെ എത്തി നമുക്ക് പകർത്താനുള്ള സാഹചര്യമില്ല. അതോടൊപ്പം തന്നെ ഒരു 20ഓളം കുടുംബങ്ങൾ ഈ സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. അവരുടെ വീടുകളെല്ലാം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ചില ആളുകളൊക്കെ 1ാം നിലയിലൊക്കെ താമസിക്കുന്നു, മറ്റിടങ്ങളിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. പലരും പല ഇടങ്ങളിലേക്ക് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഉൾപ്പെടെ മാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകൾ വിവിധ ഇടങ്ങളിലെ, അതായത് 6 താലൂക്കുകളിലുമായി ഏതാണ്ട് 130ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. ഇവിടെ 1700-ലേറെ കുടുംബങ്ങളിൽ നിന്നുള്ള 6000-ഓളം ആളുകൾ ഇതിന്റെ ഭാഗമായി ഈ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഇന്നത്തെ ജില്ലയിലെ 6 താലൂക്കുകളിലുമായിട്ടാണ് ഇത്രയേറെ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. അവിടങ്ങളിലെല്ലാം ആളുകൾ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും ഇപ്പോഴും ക്യാമ്പുകൾ തുറക്കാനായിട്ടില്ല എന്ന പരാതി കൂടി ഇന്നലെ ഉയർന്നു വന്നിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഇപ്പോൾ ഒരു 2-3 കുടുംബങ്ങൾ, അല്ലെങ്കിൽ 3-4 കുടുംബങ്ങൾ മാത്രം ഒറ്റപ്പെട്ട് കഴിയുന്ന 18ഓളം അംഗങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുന്ന ചില ഇടങ്ങളുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി പ്രത്യേക സൗകര്യം ഒരുക്കാനോ അല്ലെങ്കിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കാനോ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായില്ല എന്ന പരാതി ഇന്നലെ വൈകിട്ടോടെ ഉയർന്നു വന്നിരുന്നു. പിന്നീട് രാത്രിയോടുകൂടി അവരെ CPIM ഉൾപ്പെടെയുള്ള പാർട്ടികളാണ് വള്ളത്തിൽ ഉൾപ്പെടെ അവരെ അവിടെ നിന്നും മാറ്റി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പലരും ഇവിടുത്തെ CPIMന്റെ പാർട്ടി ഓഫീസുകളിലാണ് അവർക്ക് ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നത്. അവരെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുന്ന സാഹചര്യം ഉൾപ്പെടെയാണ് ഉള്ളത് എന്നതാണ് നിലവിലെ ഒരു സ്ഥിതി. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ വലിയ ദുരന്തമുണ്ടായിട്ടുള്ള റാന്നിയിലും അതുപോലെ തന്നെ ആറന്മുളയിലും ഉൾപ്പെടെ ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ സന്ദർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വലിയ നിരവധി ആളുകൾ ജീവൻ ഉൾപ്പെടെ അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വലിയ നിലയിൽ വിവിധ ജില്ലകളിൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഫ്ലഡ് എന്നുള്ള നിലയിലേക്ക് തന്നെ
പ്രളയം എന്നുള്ള നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയും ചെയ്തപ്പോൾ എവിടെയായിരുന്നു മുഖ്യമന്ത്രി എന്ന ചോദ്യം എല്ലാവരും ചോദിച്ചിരുന്നതാണ്. പല കടകളുടെയും ഉദ്ഘാടന ചടങ്ങുകളിലും അതുപോലെ തന്നെ വിരുന്നിലുമൊക്കെ പങ്കെടുത്ത് നടക്കുന്ന മുഖ്യമന്ത്രിയെയാണ് ആ സമയത്ത് വലിയ വിമർശനത്തിന് അത് ഇടയാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്രയേറെ ദിവസങ്ങൾക്ക് ശേഷം, ഒരു 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് നിലവിൽ ഇപ്പോൾ ഈ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി എത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിലവിലെ സ്ഥിതി എന്ന് പറയുന്നത് ഇന്നലെയൊക്കെ വലിയ നിലയിൽ വെള്ളം ഉയർന്നു നിൽക്കുന്ന റോഡിൽ പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ചിലയിടങ്ങളിൽ വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ പലയിടങ്ങളിലും വെള്ളം ഉയരുക തന്നെയാണ്. അത് സ്വാഭാവികമായും ഈ മുഴിയാർ ഉൾപ്പെടെയുള്ള ഡാമുകളുടെ ഗേറ്റ് ഓപ്പൺ ചെയ്തതുകൊണ്ട് തന്നെ ആ വെള്ളം ഇറങ്ങുകയും ഇവിടങ്ങളിൽ വെള്ളം കയറുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിൽ ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മേഘാവൃതമായ ഒരു കാലാവസ്ഥയാണ് എങ്കിൽ പോലും നിലവിൽ രാവിലെ മുതൽ ഇങ്ങോട്ട് കാര്യമായ മഴ പെയ്യുന്നില്ല. മനു.